ഒരുപാട് സുന്നത്ത് കുളികളുണ്ട്. അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ദീൻ പഠിപ്പിക്കുന്ന ഒരു സുന്നത്ത് കുളിയാണ് ജുമുഅക്ക് വേണ്ടിയുള്ള കുളി. ജുമുഅക്ക് വേണ്ടി പുരുഷന്മാർ കുളിക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. എന്തെന്ന്? ജുമുഅക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം. സ്ത്രീകളും ഉമ്മമാരും എന്താണ് വെക്കേണ്ടത്? നിയ്യത്ത് വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെയൊക്കെ നമ്മളാണ് കുളിപ്പിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സ്കൂൾ തുറന്ന കാലമാണല്ലോ, അപ്പോൾ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ചിലപ്പോൾ കുട്ടികളെ നമ്മളായിരിക്കും കുളിപ്പിക്കുക. അപ്പോൾ അങ്ങനെ മക്കളെ നമ്മൾ കുളിപ്പിക്കുമ്പോഴും വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ നിയ്യത്ത് വെക്കണം. എന്ത്? വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി ഞാൻ എൻ്റെ കുട്ടിയെ കുളിപ്പിക്കുന്നു. അങ്ങനെ നിയ്യത്ത് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ, നമുക്ക് കിട്ടും. അതുകൊണ്ട് മറന്നു പോകണ്ട. പിന്നെ വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണല്ലോ, സുന്നത്താണ്. പിന്നെ ഈ ഒരു നിയ്യത്ത് വെക്കലും സുന്നത്താണ്. നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസ് എന്നറിയോ? മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു ഷഹീദ് എന്നാണ്. അതായത് എൻ്റെ ഉമ്മത്ത് ഫസാദാകുന്ന ഒരു കാലം, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് പാപങ്ങളും മോശത്തരങ്ങളൊക്കെ വ്യാപിക്കുന്ന ഒരു കാലം. അത് ഇന്നത്തെ കാലമല്ലേ? ഇന്ന് ഏത് തെറ്റാണ് മനുഷ്യൻ ചെയ്യാത്ത? എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് എൻ്റെ സുന്നത്തിന് ഒരാൾ മുറുകെ പിടിച്ചാൽ അവനിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്താകുന്ന വെള്ളിയാഴ്ച ദിവസത്തിലെ കുളി, അത് കുളിക്കുമ്പോൾ നിയ്യത്ത് വെച്ച് കുളിക്കുക. വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായി ഞാൻ കുളി എന്ന്. ജുമുഅക്ക് പോകുന്ന പുരുഷന്മാർ മാത്രമല്ല, വീട്ടിൽ ളുഹർ നിസ്കരിക്കുന്ന, വെള്ളിയാഴ്ച ഉച്ചക്കത്തെ ളുഹർ നിസ്കരിക്കുന്ന സ്ത്രീകളും ഉമ്മമാരും ഈ നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. നിയ്യത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ശുഹദാഇന്റെ, ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു രക്തസാക്ഷിയുടെ, ഒരു ശുഹദാഇന്റെ പ്രതിഫലം നേടാൻ ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി. നമ്മൾ മനസ്സിൽ കരുതിയാൽ ഒരു ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് ഈ ഒരു നിയ്യത്ത് വെക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ കുളികൾ ഒരുപാടുണ്ട് അല്ലെ? ജുമുഅക്ക് വേണ്ടിയുള്ള കുളി, പെരുന്നാളിന് വേണ്ടിയുള്ള അല്ലെ, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളിന് വേണ്ടിയുള്ള കുളിയുണ്ട്. ഗ്രഹണ നമസ്കാരത്തിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. മഴയെ തേടിയുള്ള നിസ്കാരം ആരെങ്കിലും നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ അപ്പോഴും കുളിക്കൽ സുന്നത്താണ്. പിന്നെ ഇഹ്റാമിന് മുമ്പ് അല്ലെ, ഹജ്ജിന് അതുപോലെ തന്നെ ഉംറക്കൊക്കെ ഇഹ്റാമിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അതുപോലെ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ്. ഇരിക്കാൻ ഉദ്ദേശിച്ചവൻ കുളിക്കൽ സുന്നത്താണ്. റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. ഹിജാമ, കൊമ്പ് വെക്കുക, അത് ചെയ്താൽ കുളിക്കൽ സുന്നത്താണ്. ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ കുളിക്കൽ സുന്നത്താണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതിനുശേഷം കുളിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഭാര്യയുമായി കൂടിച്ചേരാൻ ഉദ്ദേശിച്ചാൽ കുളിക്കൽ സുന്നത്താണ്. ഇങ്ങനെ സുന്നത്തായ കുളികൾ ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെ ചില സമയത്ത് കുളിക്കൽ നിർബന്ധമാണ് അല്ലെ? ചില സമയത്ത് കുളിക്കൽ നിർബന്ധമാണ്. അതേതാണ്? ഒന്ന്, മനീയ് പുറപ്പെട്ടാൽ, ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കൽ സുന്നത്താണ്. അത് സ്വപ്നസ്ഖലനമാവട്ടെ അതല്ലാത്ത രൂപത്തിലാവട്ടെ, മനീയ് പുറപ്പെട്ടാൽ കുളിക്കൽ സുന്നത്താണ്. പിന്നെയോ മനീയ് പുറപ്പെട്ടാൽ കുളിക്കൽ അത് നിർബന്ധമാണ് അല്ലെ? ഫർദാണ്, നിർബന്ധമാണ്. അത് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ്. സ്വപ്നസ്ഖലനമാണെങ്കിലും നിർബന്ധമാണ്. പിന്നെയോ ആർത്തവകാരി, ആ ആർത്തവം നിന്ന് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രസവാനന്തരം, പ്രസവം കഴിഞ്ഞിട്ട് ആ പ്രസവത്തിന്റെ രക്തം നിന്ന് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്.